നെക്സ്റ്റ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇത് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ടേംസുകളൊന്ന് ഫെമിലിയർ ആവണം, എന്നിട്ടാണ് ഈ ഇക്വേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് നമുക്കറിയാം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇപ്പോൾ ഇതൊരു റേഡിയേഷൻ്റെ ഒരു സോഴ്സ് ആണെന്ന് വിചാരിക്കുക. എമിറ്റിംഗ് കുറച്ചുകൂടി ഹൈ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷനാണ് എമിറ്റ് ചെയ്യുന്നത്. ലൈക്ക് അൾട്രാ വയലറ്റ് ലൈറ്റ് പോലത്തെ നല്ല ഹൈ എനർജി റേഡിയേഷനാണ് ഈ സോഴ്സ് എമിറ്റ് ചെയ്യുന്നത്. ഇത് റേഡിയേഷൻ അറിയാമല്ലോ, ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺസ്, എനർജി പാക്കറ്റ്സ്. നമുക്കറിയാം ഓരോ ഫോട്ടോൺസിനും എനർജി ഉണ്ട്. ഓരോ ഫോട്ടോൺസിൻ്റെയും എനർജി hν ആണ്. നമ്മൾ പഠിച്ചതാണ്. നമ്മളിതിനെ ഓരോന്നിനെയും ഫോട്ടോൺസ് എന്ന് പറയും. ദിസ് റേഡിയേഷൻ ഫോൾസ് ഓൺ എ മെറ്റാലിക് സർഫസ്. ഒരു മെറ്റാലിക് സർഫസിലാണ് ഈ റേഡിയേഷൻ വന്ന് വീഴുന്നത്. ഇതെന്തെങ്കിലും വല്ല സിങ്ക് പോലത്തെ എന്തെങ്കിലും ഒരു മെറ്റൽ സർഫസാണ്. ഇത് വീണ് കഴിഞ്ഞാൽ ഓരോ ഫോട്ടോൺസിനും എനർജി ഉണ്ട് അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യും, ഓരോ ഇലക്ട്രോൺസും ഇതിനകത്തുള്ള ആറ്റത്തിലുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. ഈച്ച് ഫോട്ടോൺ എമിറ്റ് ദ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും വല്ല കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിൽ കൂടി കറണ്ട് പാസ് ചെയ്യും. ഇലക്ട്രോണിൻ്റെ ഫ്ലോ നടക്കുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ, ഇലക്ട്രോൺ എമിഷൻ നടക്കും. ഇതാണ് എന്ത് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷന് നല്ല ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് നടക്കുള്ളൂ. അല്ലാതെ ഒരു വിസിബിൾ ലൈറ്റ് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇലക്ട്രോൺസിൻ്റെ എമിഷൻ നടക്കില്ല. വിസിബിൾ ലൈറ്റിന് പകരം കുറേയും കൂടിയും ഹൈ ഫ്രീക്വൻസി ഉള്ള അൾട്രാ വയലറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ ഇവിടെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻ പറയുന്നതിന് മുമ്പ് കുറച്ച് ടേംസുകൾ ആദ്യം പഠിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ടേംസ് നോക്കാം. കട്ട് ഓഫ് ഫ്രീക്വൻസി μ0. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം ഫ്രീക്വൻസി ടു ഇജക്റ്റ് എൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ ഇവിടുന്ന് എമിറ്റ് ചെയ്യാൻ വേണ്ട മിനിമം ഫ്രീക്വൻസി. ഞാൻ പറഞ്ഞല്ലോ, വിസിബിൾ ലൈറ്റ് വെച്ചിട്ട് ഉപയോഗിച്ചാലൊന്നും ഈ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വിസിബിൾ ലൈറ്റിൻ്റെ ഫോട്ടോൺസിന് എനർജി വളരെ കുറവാണ്. എനർജി ഓഫ് എ ഫോട്ടോൺ hν ആണെന്നറിയാമല്ലോ, hν ആണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ മാത്രമേ എനർജി ഉണ്ടാവുള്ളൂ. ആ വീഴുന്ന ലൈറ്റിന് നല്ല ഫ്രീക്വൻസി ഉണ്ടെങ്കിലേ അതിൻ്റെ ഫോട്ടോൺസിന് എനർജി ഉണ്ടാവുള്ളൂ. ഫോട്ടോൺസിന് എനർജി ഉണ്ടെങ്കിലേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നല്ല ഫ്രീക്വൻസി വേണം, എന്നാലേ നല്ല എനർജി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഒരു മിനിമം ഫ്രീക്വൻസി എങ്കിലും ഉണ്ടാവണം. അതിനേക്കാളും കൂടിയാലും കുഴപ്പമില്ല. ദ റേഡിയേഷൻ മസ്റ്റ് ഹാവ് എ മിനിമം ഫ്രീക്വൻസി ഇൻ ഓർഡർ ടു എമിറ്റ് എൻ ഇലക്ട്രോൺ. അതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. അത് ഈ മെറ്റൽ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിങ്കിന് പകരം അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ ഇത് വ്യത്യാസം വരും. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റൽ, നേച്ചർ ഓഫ് ദ മെറ്റൽ. ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ നീഡഡ് ഫോർ എൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ്. എനർജി വേണം. കാരണം എന്താ വെച്ചാൽ ഈ ഇലക്ട്രോൺസ് എല്ലാം ആറ്റത്തിൽ ഇങ്ങനെ ബൗണ്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ വീക്ക് അട്രാക്ഷനാണ്, എങ്കിലും ചെറിയൊരു അട്രാക്റ്റീവ് ഫോഴ്സിലിരിക്കുകയാണ്. അതിനെ തട്ടിത്തെറിപ്പിക്കണമെങ്കിൽ ഫോട്ടോൺസിന് നല്ല അത്യാവശ്യത്തിന് ഒരു എനർജി വേണം. അതായത് അപ്പോൾ ഫ്രീക്വൻസി വേണം. അപ്പോൾ മിനിമം ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ നീഡഡ് ഫോർ എൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ്. ദിസ് ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റൽ. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി ക്ലിയർ ആയി. ഇനി വേറൊരു ടേം ഉണ്ട്, വർക്ക് ഫങ്ഷൻ ഓഫ് ദ മെറ്റൽ. വർക്ക് ഫങ്ഷൻ ഓഫ് ദ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ദ മിനിമം എനർജി നീഡഡ് ഫോർ ദ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ്. മിനിമം എനർജി നീഡഡ് ഫോർ ദ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ്. അതിലേക്ക് നമുക്ക് വേറെ രീതിയിൽ പറയാം, ഓരോ ഇലക്ട്രോൺസിനെയും ആറ്റംസ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ, ശരിയല്ലേ? ഇവിടെ നോക്കിയേ, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ് കേട്ടോ. ഓരോ ഇലക്ട്രോൺസിനെയും ആറ്റംസ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു എനർജിയോടുകൂടി, അട്രാക്റ്റീവ് എനർജിയോടുകൂടി അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇത് ഇജക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ എനർജി ബൈ വിച്ച് എൻ ഇലക്ട്രോൺ ഈസ് ബൗണ്ട് ബൈ ദ ആറ്റം. അങ്ങനെ വേണമെങ്കിൽ പറയാം. എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ എനർജി അല്ലേ, ഇറ്റ് ഈസ് ദ എനർജി ബൈ വിച്ച് എൻ ഇലക്ട്രോൺ, മനസ്സിലായല്ലോ, ഇറ്റ് ഈസ് ദ എനർജി ബൈ വിച്ച് എൻ ഇലക്ട്രോൺ ബൗണ്ട് ബൈ ദ ആറ്റം. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ മിനിമം എനർജി ഓഫ് ദ റേഡിയേഷൻ നീഡഡ് ഫോർ ദ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ്. ഈ വരുന്ന ഫോട്ടോണിന് ഉണ്ടാവേണ്ട മിനിമം എനർജി, മനസ്സിലായല്ലോ, ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ഫോർ ദ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ്. ഈ ആറ്റംസ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള എനർജി ഇല്ലേ, അത്രയും തന്നെ എനർജിയിൽ വന്ന് അടിച്ചു കഴിഞ്ഞാലാ ഇത് ഇത് ബ്രേക്ക് ആവുള്ളൂ. എത്ര എനർജിയിലാണ് ആറ്റംസ് ഇതിനെ ഹോൾഡ് ചെയ്യുന്നത്, അത്രയും എനർജിയിൽ വന്ന് ഇതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ബ്രേക്ക് ആവുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിനെ ആറ്റംസ് എത്ര എനർജിയിൽ ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ദാറ്റ് ഈസ് വർക്ക് ഫംഗ്ഷൻ. ഓർ ഇറ്റ് ഈസ് ദ മിനിമം എനർജി നീഡഡ് ഫോർ ദ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ 50 എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയുണ്ട്. ഇതെങ്ങനെ വന്നു എന്ന് അറിയേണ്ട ആവശ്യമില്ല. വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു μ0 ആണ്. μ0 പറഞ്ഞു കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ അതൊരു എനർജിയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു μ0 ബൈ ഹാർട്ട് ആക്കി വെക്കുക. എച്ച് ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഇനി അടുത്തത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമല്ലോ, നല്ല ഫ്രീക്വൻസിയിൽ റേഡിയേഷൻ വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമല്ലോ. ഇലക്ട്രോൺസിനെ നമുക്ക് അവിടെ തന്നെ നിർത്തണം, ഈ മെറ്റൽ സർഫസിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഒരു പൊട്ടൻഷ്യൽ കൊടുക്കേണ്ടി വരും, ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ അല്ലേ. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇറ്റ് ഈസ് എ മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗിവൺ ടു ദ പ്ലേറ്റ് ഫോർ വിച്ച് ദ ഫോട്ടോ കറന്റ് സ്റ്റോപ്സ് ഓർ ബിക്കം 0 ഈസ് കോൾഡ് കട്ട് ഓഫ് ഫ്രീക്വൻസി. അതായത് ഇതിനടുത്തൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതൊരു എക്സ്പെരിമെൻ്റായിട്ട് വേറെ പഠിക്കും നമ്മൾ. ഇപ്പോൾ തൽക്കാലം ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. ഈ പ്ലേറ്റിന് അടുത്തായിട്ട് ഞാൻ വേറൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എല്ലാം ആ പ്ലേറ്റിലോട്ട് പോവാണ് ചെയ്യുന്നത്. ഇതിനടുത്തായിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആ പ്ലേറ്റിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ആ പ്ലേറ്റിന് ഞാനൊരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്താലോ, അതായത് ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലോ ഈ പ്ലേറ്റിന് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ വരും. ഇതിന് നല്ല സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും. കാരണം നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ അത് റിപ്പൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിന് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. ഫോട്ടൺ വന്നടിക്കുമ്പോൾ തെറിച്ച് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ ദിസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ഫ്രം എസ്കേപ്പിംഗ് ഫ്രം ദ മെറ്റൽ സർഫസ്. ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വന്നാൽ ഇലക്ട്രോൺസിനെ അത് റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി മാറും. അപ്പോൾ ഈ പ്ലേറ്റിന് ഇതിന് അഡ്ജസ്റ്റൻ്റായിട്ട് ഞാൻ വേറൊരു പ്ലേറ്റ് വെക്കുന്നുണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. അതിന് ഞാനൊരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്ത് ഇലക്ട്രോൺസിനെ അവിടെ തന്നെ നിർത്തുകയാണ്, മെറ്റൽ സർഫസിൽ തന്നെ നിർത്തി ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റിന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ്. ഇലക്ട്രോൺ നീങ്ങിയാലല്ലേ കറണ്ട് ഉണ്ടാവുള്ളൂ. ഇലക്ട്രോണിനെ അവിടെ തന്നെ നിർത്തുകയാണ്. അപ്പോൾ മിനിമം പൊട്ടൻഷ്യൽ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ടു പ്രിവെൻറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗിവൺ ടു ദ പ്ലേറ്റ് ഫോർ വിച്ച് ദ ഫോട്ടോ കറന്റ് സ്റ്റോപ്സ് ഓർ ബിക്കം 0 ഈസ് കോൾഡ് കട്ട് ഓഫ് ഓർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. V0 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് ക്ലിയർ ആയി. വോൾട്ടാണ് യൂണിറ്റ്, വോൾട്ട്. അപ്പോൾ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ ഡെറിവേഷൻസുകളൊന്നും ഇല്ല നമുക്ക്, കേട്ടല്ലോ. ആ ഫോർമുല ബൈ ഹാർട്ട് ആക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളേ വരുള്ളൂ. അല്ലാതെ ആ ഫോർമുല എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കില്ല. അപ്പോൾ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഞാനിവിടെ എഴുതാം. EV0, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. റിമെമ്പർ, ഡെറിവേഷൻ വേണ്ട. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ
1.6 ഇൻറ്റു 10⁻⁻19 കൂളം. ഇ ഇൻറ്റു വി സീറോ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. നമ്മളിവിടെ കൊടുക്കേണ്ട നെഗറ്റീവ് പൊട്ടൻഷ്യൽ ടു പ്രിവെൻറ്റ് ദ ഇലക്ട്രോൺ ഫ്രം എസ്കേപ്പിംഗ് ഫ്രം ദ പ്ലേറ്റ്. അപ്പോൾ വി സീറോ അറിയാമല്ലോ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഈ വി സീറോ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാമല്ലോ, ഒരു ഇലക്ട്രോണിനെ അവിടെ തന്നെ നിർത്താൻ നാം കൊടുക്കുന്ന വർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ വി സീറോ. മനസ്സിലായല്ലോ? ഈ വി സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഇലക്ട്രോണിനെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ ഞാൻ കൊടുക്കുന്ന വർക്ക്, അതാണ് ശരിക്കും ഇ വി സീറോ. അപ്പോൾ ഇത് ഡെറിവേഷൻ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇ വി സീറോ ഈക്വൽ ടു 1/2 ഇൻറ്റു എം വി സ്ക്വയർ. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ സിംഗിൾ ഇലക്ട്രോൺ. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഇലക്ട്രോൺ. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വെലോസിറ്റി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺ. മാക്സിമം ഇവിടെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ചിലപ്പോൾ വെലോസിറ്റിയിൽ വേരിയേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഈ കൂട്ടത്തിൽ പരമാവധി വെലോസിറ്റി ഉള്ള ആൾ ഉണ്ടാവുമല്ലോ, അതാണ് വി മാക്സ്. കൈനറ്റിക് എനർജി എന്ന് പറയും. ഓക്കെ, കൈനറ്റിക് എനർജി മനസ്സിലായല്ലോ? അപ്പോൾ ഇ വി സീറോ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി. ഓക്കെ, ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ മൈനസ് 50. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ, അറിയാമല്ലോ, പഠിച്ചിട്ടുള്ളതാണ്. മ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. 50 എന്ന് പറഞ്ഞാൽ വർക്ക് ഫങ്ഷൻ. ഇത് ബൈ ഹാർട്ടാക്കി വെക്കുക. ഇതാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഓക്കെ.